നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത്ര വലിയ തെറ്റാണോ ഞാൻ ചെയ്തത്? സത്യസന്ധമായിട്ട് പറഞ്ഞ തെറ്റ് തന്നെയാണ് മാഡം. മാഡം മാഡം കരരുതെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് നടന്ന സംഭവം ആരെയും തളർത്തുന്ന തന്നെയാ. ഓരോരുത്തരുടെയും മനസ്സില് നമ്മളുടെയൊക്കെ സ്ഥാനം എന്താണെന്ന് ഇന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. എന്റെയും അച്ഛന്റെ അമ്മയുടെയും കാര്യമൊക്കെ വിട്ടേക്ക്. ഞങ്ങളൊക്കെ അന്നന്നത്തെ കാര്യം നിറവേറ്റാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബം. ഞങ്ങൾക്ക് ഇതൊക്കെ സഹിക്കാനുള്ള മനക്കരുത്തുണ്ട്. എന്നുവെച്ച് വിഷമമില്ല എന്നല്ല. പക്ഷെ മാഡം അങ്ങനെ വളർന്ന ഒരാളല്ല. അങ്ങനെയുള്ള മാഡത്തിന് ഇതൊക്കെ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് എനിക്കറിയാം. ഇതൊന്നും ശാശ്വത അല്ലരുതിക മാഡം. എല്ലാ ഇറക്കത്തിനും ഒരു കയറ്റുണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. നമ്മള് അതിലേക്ക് എത്തിപ്പെടാൻ എടുക്കുന്ന സമയം അത് മാത്രമാണ് നമുക്കറിയാൻ കഴിയാത്തത്. എന്നെങ്കിലും ഒരിക്കൽ എത്തിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് മാഡം എത്രയും പെട്ടെന്ന് തന്നെ ബാക്ക് ടു നോർമൽ ആകണം. മാഡം വേണമെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് എടുത്തുള്ളൂ. ഞാൻ പുറത്തുണ്ടാവും. രാജു പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മനസ്സിങ്ങനെ കിടന്ന് വിങ്ങുവാ. എന്നോട് ആ വീട്ടില് അല്പമെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ചിട്ടുള്ളത് ചെറിയച്ഛനും ചെറിയമ്മയും അപ്പു മാത്രം. ആ ചെറിയമ്മയാ ഇന്നോട് ഇറങ്ങിപ്പോ പറഞ്ഞത്. എന്റെ സാധനങ്ങളെല്ലാം എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടപ്പോ എനിക്കിനി ആ വീട്ടിൽ സ്ഥാനമില്ലെന്നല്ലേ ചെറിയമ്മ പറയാതെ പറഞ്ഞത്. അവരുടെ മനസ്സിൽ പോലും എനിക്ക് സ്ഥാനമില്ലാതെ പോയല്ലോ രാജു. അത്ര വലിയ തെറ്റാണോ ഞാൻ ചെയ്തത്? സത്യസന്ധമായിട്ട് പറഞ്ഞ തെറ്റ് തന്നെയാണ് മാഡം. ജനനം മുതൽ ഇത്രയും നാള് വരെ മാഡത്തിനെ വളർത്തി വലുതാക്കിയവരാണ് അവരെല്ലാം. ഓരോ ആപത്തുകളിൽ നിന്നും രക്ഷിച്ച് സമയാസമയത്ത് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് നല്ല വിദ്യാഭ്യാസവും തന്ന് ഇത്രയും നാളും മാഡത്തെ സംരക്ഷിച്ചവരാണ് അവര്. അങ്ങനെയുള്ളവർക്ക് മാഡത്തിനെ കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകൾ കാണും. അതൊക്കെ വെറും പ്രതീക്ഷകൾ മാത്രമായിരുന്നു. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കുമ്പോ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ പെരുമാറുക അങ്ങനെ മാത്രമാ അവരും പെരുമാറിയിട്ടുള്ളത്. അപ്പോ രാജുവും പറയുന്നത് ഞാൻ ചെയ്ത തെറ്റ് അത്ര വലുതാണെന്നാണോ? അതെ മാഡം. പക്ഷേ മാഡം ചെയ്തത് പൂർണ്ണമായ ഒരു തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് മാത്രം അത് കഴിയില്ല. കാരണം എനിക്കറിയാം മാഡത്തിന്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. സ്വന്തം ജീവിതം നശിപ്പിക്കാൻ തയ്യാറാവാതെയാ മാഡം അവിടെ നിന്ന് ഇറങ്ങിയത്. ദീപക് അത്രമാത്രം മോശമായ ഒരാളായത് കൊണ്ടാണ് മാഡം ആ കല്യാണം വേണ്ടെന്ന് ആഗ്രഹിച്ചത്. അതേ കാരണം കൊണ്ട് തന്നെയാ ഈ തെറ്റ് ചെയ്തിട്ടും ഞാൻ മാഡത്തിന് സപ്പോർട്ടായി നിൽക്കുന്നത്. സോറി രാജു, എനിക്കറിയില്ല ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന്. എല്ലാവരുടെ മുന്നിലും ഞാനിപ്പോ ഒരു അധിക പറ്റായി. എന്താ മാഡം ഇത്?
മാഡം പനിയുണ്ടല്ലോ. മാഡം ഒരു കാര്യം ചെയ്യ്, പൂജ തുടങ്ങുന്നത് വരെ കിടന്നോളൂ, റെസ്റ്റ് എടുക്ക. വേണ്ട രാജു, കുഴപ്പമില്ല. ഒന്ന് കുളിച്ചു കഴിഞ്ഞ് ഫ്രഷ് ആവുമ്പോ പനി മാറിക്കോളും. എങ്കിൽ ഞാൻ ചൂടുള്ള റെഡിയാക്കി ബാത്റൂമിൽ കൊണ്ടുവയ്ക്കാം. കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോകുന്നു. ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ ഇവളാര്? കുഞ്ഞുവാവ്യ. കുഞ്ഞാവയെ ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിച്ച് തരാം. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. എന്തൊരു തണുപ്പ്! ഇത് മതി. കുഞ്ഞാവ തണുത്ത വെള്ളത്തിൽ കുളിച്ചാ മതി. കുളിക്കടി, കുളിക്ക്. നീ ആ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് നിന്റെ പനി കൂട്ട്. അങ്ങനെ പനി കൂടിയിട്ട് നിന്റെ ആ പൂജ തന്നെ അങ്ങ് മുടങ്ങി പോട്ടെ. രാജു, എന്താ മാഡം? രാജു ഞാൻ ടവൽ എടുക്കാൻ മറന്നു. ആണോ? ഞാനിപ്പോ കൊണ്ടുവരാം മാഡം. ആ രാജു, എങ്കിൽ നീ ഒരു കാര്യം ചെയ്. അകത്ത് കയറി അവൾക്ക് തോർത്തി കൊടുത്തിട്ട് ഉടുപ്പ് ഇടിയിച്ച് പൗഡർ ഇട്ട് പൊട്ടും കുത്തി കൊടുക്ക. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിന്നാ എനിക്കെന്റെ സമനില തെറ്റും. പാവം കുട്ടി, ഒന്നിനും ഒരു കുറവില്ലാതെ വളർന്ന കുട്ടിയാ. അവിടുത്തെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ എങ്ങനെ ജീവിച്ചു പോവോ എന്തോ. ദീപക്കെന്ന് രക്ഷപ്പെടാൻ തന്നെയാവും അവരിങ്ങനൊരു കടുത്ത തീരുമാനം എടുത്തത്. പണവും പ്രതാപവും ഇല്ലെങ്കിലും രാജുവിന് നല്ലൊരു മനസ്സുണ്ട്. അതാ ഒരു ആശ്വാസം. എന്തായാലും അവരൊക്കെ കൂടെ വന്ന് പൂജയ്ക്ക് ക്ഷണിച്ചതല്ലേ, പോയേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.